ക്വിസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വായനാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായുള്ള മാതൃകാ ചോദ്യങ്ങളാണ് ഈ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വീഡിയോയുടെ 5ാം ഭാഗമാണ്. ആദ്യ 4 ഭാഗങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് പോയാലോ. 1ാമത്തെ ചോദ്യം, മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷം? 2013. റീഡ് ആൻഡ് ഗ്രോ എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ലൈബ്രറി പ്രസ്ഥാനം. ഭാഷയിലെ താജ് എന്നറിയപ്പെടുന്ന കൃതി ഏത്? കണ്ണുനീർത്തുള്ളി. 3 ആത്മകഥകൾ എഴുതിയ ഒരേ ഒരു കവി? പി. കുഞ്ഞിരാമൻ നായർ. മഹാരാഷ്ട്രയിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അബ്ദുൽ കലാം. ഖുറാനിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? 114. എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുതന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ? പൊൻകുന്നം വർക്കി. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂര മുയരട്ടെ എന്നു തുടങ്ങുന്ന കവിത രചിച്ചത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയത് ആരാണ്? വൈക്കത്ത് പാച്ചുമുത്ത്. വന്ദേമാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലേത്? ആനന്ദമഠം. അധ്യാപക നാടകകൃത്ത് എന്നറിയപ്പെടുന്നത് ആര്? കാരൂർ നീലകണ്ഠപിള്ള. 100 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത്? ദൈവദശകം. നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ് ആര്? തകഴി. ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം ഏത്? മഹാരാഷ്ട്രയിലെ ഭിലാർ. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏത്? പെരുങ്കുളം. ഈ റീഡിംഗ് എന്നതിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇലക്ട്രോണിക്. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആര്? KR മീര. ക്ഷുഭിത യൗവനത്തിൻ്റെ കവി? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോക പ്രശസ്തയായ പെൺകുട്ടി? ആൻ ഫ്രാങ്ക്. ഇരട്ടക്കുട്ടികളായ എസ്തറും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായ നോവൽ ഏത്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. റിക്ഷാവണ്ടിക്കാരൻ പപ്പു നായകനായ മലയാള നോവൽ ഏത്? ഓടയിൽ നിന്ന്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത്? ദുരവസ്ഥ. ഭഗവത്ഗീത ഏത് കൃതിയുടെ ഭാഗമാണ്? മഹാഭാരതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏത്? മയ്യിൽ. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഏത്? ദീപിക. കേരളത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ, മന്ത്രി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള സാഹിത്യകാരനായ ഏക വ്യക്തി? ജോസഫ് മുണ്ടശ്ശേരി.
എത്ര ഭാഷയിലെ മികച്ച കൃതിക്കാണ് ഓരോ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്നത്? 24. എം.ടി. വാസുദേവൻ നായരും എൻ.പി. മുഹമ്മദും ചേർന്നെഴുതിയ നോവൽ ഏത്? അറബിപ്പൊന്ന്. ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ആരുടേതാണ് ഈ വരികൾ? ഒ.എൻ.വി. കുറുപ്പ്. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയത് ആര്? ഒ.എൻ.വി. കുറുപ്പ്. എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ രചിച്ചത് ആര്? സ്വദേശാഭിമാനി കെ. രാമകൃഷ്ണപിള്ള. കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ രചനയാണ്? ഇ.എം.എസ്. നിയോഗം എന്ന നോവൽ എഴുതിയത് ആരാണ്? രമേശ് ചെന്നിത്തല. കുമാരനാശാന്റെ അവസാന കൃതി ഏത്? കരുണ. വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആര്? അംശി നാരായണപിള്ള. നളചരിതമാട്ടക്കഥ ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യർ. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആര്? പാല നാരായണൻ നായർ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനം രചിച്ചത് ആര്? ബോധേശ്വരൻ. വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 1,11,111 രൂപ. എൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ മതി, അത് പുസ്തകം 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 എന്നതാണ്. ഇത് പറഞ്ഞത് ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആര്? ലിയോ ടോൾസ്റ്റോയ്. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ? അടൂർ ഗോപാലകൃഷ്ണൻ. വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? പാറമേക്കൽ തോമ കത്തനാർ. സാരോപദേശ കഥകൾ അടങ്ങുന്ന പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് ആര്? വിഷ്ണു ശർമ്മ. പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം എവിടെ? നീലംപേരൂർ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏത്? കല്യാണ സൗഗന്ധികം. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത ആരുടേതാണ്? എൻ.വി. കൃഷ്ണവാര്യർ. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവൽ എഴുതിയത് ആര്? മുട്ടത്ത് വർക്കി. അരക്കവി എന്നറിയപ്പെടുന്നത് ആര്? പൂനം നമ്പൂതിരി. കഥകളിയുടെ ആദ്യ രൂപം ഏത്? രാമനാട്ടം. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജോസഫ് മുണ്ടശ്ശേരി. മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത്? നളചരിതം ആട്ടക്കഥ. സാമൂതിരിയുടെ പണ്ഡിത സദസ്സ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? രേവതി പട്ടത്താനം. മലയാളത്തിലെ ആദ്യ പത്രം? രാജ്യസമാചാരം. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് രചിച്ച നോവൽ ഏതാണ്? നവഗ്രഹങ്ങളുടെ തടവറ. ക്വാറന്റൈൻ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നുള്ളതാണ്? ലാറ്റിൻ. ചിത്രശില്പകലകൾക്കായി
കേരള ഗവൺമെൻറ് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരെന്ത്? രാജ രവിവർമ്മ പുരസ്കാരം. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് പ്രശസ്തമായ ഈ വരികൾ ഏത് കവിയുടേതാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയുടെ പേരാണ്? ജോസഫ് മുണ്ടശ്ശേരി. സ്വാതി തിരുനാളിൻ്റെ സദസ്യനായിരുന്ന പ്രമുഖ ആട്ടക്കഥാകൃത്ത് ആര്? ഇരയിമ്മൻ തമ്പി. ഷേക്സ്പിയറുമായി സാദൃശ്യപ്പെടുത്തുന്ന ഇന്ത്യൻ കവി ആര്? കാളിദാസൻ. മലയാളത്തിലെ ആദ്യകാല സാമൂഹ്യ നാടകം? മറിയാമ്മ. ബുക്കർ സമ്മാനം നേടിയ ആദ്യ മലയാളി ആര്? അരുന്ധതി റോയ്. ചിലപ്പതികാരം ആരുടെ കൃതിയാണ്? ഇളങ്കോവടികൾ. മലയാളത്തിൽ ആദ്യമായി ആത്മകഥ എഴുതിയ വനിത ആര്? ബി. കല്യാണിക്കുട്ടിയമ്മ.